സീരിയസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അല്ലെങ്കിൽ വാതരോഗമാണ് സ്ക്ലീറോഡെർമ. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു വളരെ സിമ്പിളാണ്. അവരുടെ മുഖത്ത് നോക്കി അവരുടെ സ്കിൻ തൊട്ട് നോക്കിയാൽ തന്നെ പലപ്പോഴും സ്ക്ലീറോഡെർമയാണോ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ANA ഇവരിലും പോസിറ്റീവ് ആയിരിക്കും. ANAയുടെ കുറച്ച് SCL70 സെൻട്രോമിയ തുടങ്ങിയ ഒരു ആൻറ്റിബോഡി സ്പെസിഫിസിറ്റീസ് ഉണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ഈസിയലി അവൈലബിൾ ആണ്. ANAയ്ക്ക് 600 രൂപയുള്ളൂ. 10 ടെസ്റ്റിന് ഒരു 12,000 രൂപ അടുപ്പിച്ച് കോസ്റ്റ് വരുന്ന ടെസ്റ്റ് വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്ക്ലീറോഡെർമ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചികിത്സിക്കണം നമ്മൾ തീരുമാനിക്കുന്നത് ഏതൊക്കെ അവയവങ്ങൾ ബാധിച്ചിട്ടുണ്ട്, രക്തക്കുഴലിനെ ബാധിച്ചിട്ടുണ്ടോ, സ്കിന്നിനെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ, അത് ലങ്സിനെ ഉണ്ടോ, ഹാർട്ടിനെ ബാധിച്ചിട്ടുണ്ടോ, അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് ഇതിൻ്റെ ചികിത്സ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ചില സ്ക്ലീറോഡെർമ പേഷ്യൻസ് ഉണ്ട് പലപ്പോഴും അവർക്ക് ലിമിറ്റഡ് സ്ക്ലീറോഡെർമ അല്ലെങ്കിൽ ചെറിയ സ്ഥലത്ത് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ചെറിയ തരത്തിലുള്ള സ്ക്ലീറോഡെർമ അവർക്ക് ഒരു ചികിത്സയും വേണ്ടി വരില്ല. മാത്രം ചെറിയ എന്തെങ്കിലും ചികിത്സ HCQ പോലെയുള്ള മരുന്നുകൾ വളരെ ചെറിയ ഡോസിൽ കൊടുത്താൽ മതിയാകും. അതേസമയം ലങ്സിനെയും ഹാർട്ടിനെയും ഇൻവോൾവ് ചെയ്യുന്ന സിവിയർ വെറൈറ്റി ആണെങ്കിൽ നമുക്ക് കൂടിയ മരുന്നുകൾ ചെയ്യേണ്ടി വരും. സ്ക്ലീറോഡെർമയുടെ ചികിത്സയിൽ വളരെ ടൈലർ മെയ്ഡ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്ലീറോഡെർമ ക്ലിനിക്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ സ്ക്ലീറോഡെർമ ക്ലിനിക്ക് ഇന്ത്യയിൽ തന്നെ നമ്മൾ മാത്രമേ ഇപ്പോൾ നടത്തുന്നുള്ളൂ. സ്ക്ലീറോഡെർമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നടത്തുന്ന ഒരു ക്ലിനിക്ക് നമ്മളിപ്പോൾ സാറ്റർഡേസിൽ നടത്തുന്നുണ്ട്. നേരത്തെയൊക്കെ ഇതിൻ്റെ ഒരു 10 ഇയർ സർവൈവൽ തന്നെ വളരെ മോശമായിരുന്നു. അത് പക്ഷേ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് നമുക്കിത് വളരെ വലിയൊരു ചേഞ്ച് ഈ അസുഖത്തിൻ്റെ ചികിത്സയിൽ വന്നിട്ടുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട മോളിക്യൂൾ ടെഡലാഫിൽ, ഞാൻ തന്നെ പണ്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച മോളിക്യൂൾ. 2007 നമ്മുടെ ഒരു വലിയ അവാർഡ്, നമുക്ക് അമേരിക്കൻ കോളേജിൽ നിന്നൊക്കെ അവാർഡ് കിട്ടിയ ഒരു മോളിക്യൂളാണ് ടെഡലാഫിൽ. ഇപ്പോൾ കുറേ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മോളിക്യൂളാണ്. കയ്യിൽ രക്തസ്രാവം കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്നൊരു മോളിക്യൂളാണ്. അതായിരുന്നു ആദ്യത്തെ ഡിസ്കവറി. അത് നമ്മളാണ് അത് തുടങ്ങിയത്. ടെഡലാഫിൽ കയ്യിലോട്ട് രക്ത ഓട്ടം കൂട്ടുന്ന ഒരു മോളിക്യൂൾ, ഒരു മരുന്നാണ്. അപ്പോൾ കയ്യിൽ മുറിവുകൾ ഉണങ്ങി തുടങ്ങി. 2, നമുക്കറിയാം ഇവർക്ക് 2 അസുഖങ്ങളാണ് ഇവർക്കുള്ളത്. ഞാൻ പറഞ്ഞത്, 1 നമ്മുടെ പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിനെതിരെ ആക്ട് ചെയ്യുന്നു, 2 ചുരുങ്ങുന്നു, അതായത് അവയവങ്ങൾ ചുരുങ്ങുന്നു, ഫൈബ്രോസിസ്. അപ്പോൾ ഇതിന് 2നെയും ഒരുമിച്ച് ചികിത്സിക്കണം നമുക്ക് ഈ അസുഖത്തിൽ. ബാക്കിയുള്ളതെല്ലാം തന്നെ നീർക്കെട്ടിനെ മാത്രം ചികിത്സിച്ചാൽ മതി. ഇത് അങ്ങനെയല്ല, ചുരുക്കത്തിനെയും നമ്മൾ ചികിത്സിക്കണം. അതിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ ഒരു 5 മുതൽ 10 കൊല്ലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പുതിയ മരുന്നുകൾ ഇതിന് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് സ്ക്ലീറോഡെർമ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വ്യക്തമായിട്ടും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പേഷ്യൻസ് എല്ലാവരും പറയുന്നതാണ്, നമ്മളും അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്, കൈയുടെ വിരലുകൾ പൊട്ടൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ സ്കിൻ്റെ കളർ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് നേരത്തെയുള്ള ഭംഗിയില്ല. പക്ഷേ ഭംഗിയല്ല പലപ്പോഴും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്റ്റേണൽ ലുക്കിലല്ല കാര്യം. ഇവരെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ബ്രേവ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ സ്ക്ലീറോഡെർമ പേഷ്യൻസ് എല്ലാവരും. കാരണം ഇത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടും ജീവിതത്തിനോട് പോരാടി മല്ലിട്ട് മുന്നോട്ട് വന്നവരാണ്. ഈ വാതരോഗങ്ങളെക്കാളുമൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുന്ന, ഫിസിക്കൽ അപ്പിയറൻസിൽ ചേഞ്ച് വരുന്ന അസുഖമായിട്ട് കൂടി ഇവർ മുന്നോട്ട് പോകുന്നവരുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട്, പലപ്പോഴും സ്ക്ലീറോഡെർമ മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് വളരെ റിലീഫ് കിട്ടാറുണ്ട്. കാരണം എന്നെപ്പോലെ മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ എന്ന് തോന്നലുണ്ടല്ലോ, അത് വലിയൊരു ചേഞ്ചാണ്, അവരുടെ ഔട്ട്ലുക്കിൽ തന്നെ വ്യത്യാസം ഉണ്ടാകും. അപ്പം നമ്മുടെ ഈ സ്ക്ലീറോഡെർമ വാരിയസിനോട് പറയേണ്ട ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും പോരാളികളാണ്. ഈ അസുഖത്തെ പോരാടി തോപ്പിച്ച് ജയിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്.